കുംഭരാശിക്കാരെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ്. കേൾക്കൂ ശ്രദ്ധയോടെ, ശാന്തമായി. കാരണം അടുത്ത 15 ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഞെട്ടിക്കും, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും, നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെ മാറ്റിയെഴുതും. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അതിപ്രധാനമായ സമയത്താണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ തീരുമാനം. അതെ, വെറുമൊരു ചെറിയ തീരുമാനമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഈ തീരുമാനം എടുത്താൽ എല്ലാം മാറും, എല്ലാം നല്ല രീതിയിൽ മാറും. എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ചലിക്കുന്നു. ഗുരു ഭഗവാൻ നിങ്ങളുടെ ഭാഗ്യത്തെ തൊടാൻ പോകുന്നു. ശനിദേവൻ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം നൽകാൻ തയ്യാറെടുക്കുന്നു. രാഹു, കേതു നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു. ഈ കാലഘട്ടം ഇത് സാധാരണമല്ല, ഇത് വളരെ പ്രത്യേകമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഗ്രഹചാരങ്ങൾ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഗുരു ഭഗവാൻ മീനരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ദ്വിതീയ സ്ഥാനത്തേക്ക് നോക്കുന്നു. ഇതിന്റെ അർത്ഥം പണം, ധനം, സമ്പത്ത്, വാക്ക്, കുടുംബം എല്ലാം അനുകൂലമാകാൻ പോകുന്നു. ശനിദേവൻ കുംഭരാശിയിൽ തന്നെ നിങ്ങളുടെ ലഗ്നത്തിൽ സഞ്ചരിക്കുന്നു. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. എന്തുകൊണ്ട്? കാരണം ശനി ഭഗവാൻ നിങ്ങൾക്ക് അച്ചടക്കം, ഉത്തരവാദിത്വം, പക്വത ഇതെല്ലാം നൽകുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം ഇപ്പോൾ ഫലം തരാൻ തുടങ്ങും. രാഹുദേവൻ മീനരാശിയിൽ, കേതു ഭഗവാൻ കന്നി രാശിയിൽ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരും. പെട്ടെന്നുള്ള അവസരങ്ങൾ, വിദേശയാത്രകൾ, പുതിയ മനുഷ്യരുമായുള്ള കൂടിക്കാഴ്ച, അപ്രതീക്ഷിത ഭാഗ്യം എല്ലാം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടാൻ പോകുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഒരു വലിയ തീരുമാനം. ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വേണം, വിശ്വാസം വേണം, ആത്മവിശ്വാസം വേണം. ഏതാണ് ആ തീരുമാനം? അത് ഇപ്പോൾ പറയാം. ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. അത് ഭയമാണ്. തെറ്റ് ചെയ്യുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം. ഈ ഭയം നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ എടുക്കേണ്ട ആ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം. എന്നാൽ മനസ്സ് ആ തീരുമാനത്തെ എതിർക്കുന്നു. മനസ്സ് പറയുന്നു, കാത്തിരിക്കൂ, അപകടസാധ്യത എടുക്കരുത്, ഇതിൽ നിന്നും മാറി നിൽക്കൂ. എന്നാൽ നിങ്ങളുടെ ഹൃദയം പറയുന്നു, പോയി ചെയ്യൂ, ഇപ്പോൾ സമയമായി. ഇതാണ് നിങ്ങളുടെ അവസരം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു അവസരം വരും. ഒരു പുതിയ ജോലി ഓഫർ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് അവസരം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, ഒരു പുതിയ തുടക്കം. ഈ അവസരം വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ഭയപ്പെട്ടു നിൽക്കുമോ? അതോ ധൈര്യമായി മുന്നോട്ടു പോകുമോ? ഇതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. ഗ്രഹങ്ങൾ പറയുന്നു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണ്. നിങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ടു പോയാൽ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം നഷ്ടപ്പെടുത്തും. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ സംഭവങ്ങൾ നടക്കും. 3 പ്രധാന ഘട്ടങ്ങൾ. ഓരോന്നും നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഓരോന്നും നിങ്ങൾക്ക് പുതിയ ദിശ കാണിക്കും. ആദ്യത്തെ ഘട്ടം. അടുത്ത 7 ദിവസങ്ങളിൽ ഒരു പുതിയ വിവരം നിങ്ങളിലേക്ക് എത്തും. ഒരു സന്ദേശം, ഒരു ഫോൺ കോൾ, ഒരു മെയിൽ, ഒരു കൂടിക്കാഴ്ച. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റും. നിങ്ങൾക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകും. ഈ വിവരം അനുകൂലമായിരിക്കും. പക്ഷേ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ പഴയ ചിന്തകളെ മാറ്റിവെക്കണം. പുതിയത് സ്വീകരിക്കണം. മാറ്റത്തെ സ്വാഗതം ചെയ്യണം. രണ്ടാമത്തെ ഘട്ടം. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാന തീരുമാനം. ഇത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി, അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി, അല്ലെങ്കിൽ കുടുംബവുമായി. ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിന്തുടരൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കൂ. എന്നാൽ അവസാനം നിങ്ങളുടെ മനസ്സാക്ഷി പറയുന്നത് ചെയ്യൂ. ഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ദൈവിക ശക്തികൾ നിരന്തരം പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങും. പണം വരും, പക്ഷേ അപ്രതീക്ഷിത രീതിയിൽ. നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ.
പഴയ കടങ്ങൾ തിരിച്ചു കിട്ടും. മുടങ്ങിക്കിടന്ന പണം കൈവരും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. നിങ്ങൾ ആലോചിച്ചിരുന്ന ഒരു നിക്ഷേപം വളരെ നല്ലതായിരിക്കും. തൊഴിലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുംഭരാശിക്കാരെ, നിങ്ങളുടെ മുന്നിൽ വളരെ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശമ്പളം വർദ്ധിക്കും. ഉത്തരവാദിത്വങ്ങൾ കൂടും. പ്രശസ്തി വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത 15 ദിവസങ്ങളിൽ തന്നെ നല്ല അവസരങ്ങൾ കിട്ടും. നിങ്ങൾ അപേക്ഷിച്ച സ്ഥാപനങ്ങളിൽ നിന്നും വിളി വരും. ഇന്റർവ്യൂ നടക്കും. തിരഞ്ഞെടുപ്പ് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖത്തിൽ പങ്കെടുക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാം. പുതിയ പങ്കാളികളുമായി ബന്ധപ്പെടാം. വിപണി വികസിപ്പിക്കാം. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും. എന്നാൽ ഒരു മുന്നറിയിപ്പ്, അടുത്ത 15 ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കരാറുകളിൽ കാലതാമസം, സാമ്പത്തിക സമ്മർദ്ദം. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ എല്ലാം നന്നായി തീരും. വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ. അതെ, കുംഭരാശിക്കാർക്ക് അടുത്ത 30 ദിവസങ്ങളിൽ വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ വരും. വിസ അപേക്ഷ അംഗീകരിക്കപ്പെടും. ജോലി ഓഫർ ലഭിക്കും. വിദ്യാഭ്യാസത്തിനുള്ള അവസരം കിട്ടും. പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാലഘട്ടം വളരെ വൈകാരികമായിരിക്കും. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആരോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കും. ഇത് ഒരു പഴയ സുഹൃത്തായിരിക്കാം. അല്ലെങ്കിൽ പുതിയ പരിചയക്കാരനായിരിക്കാം. എങ്ങനെയായാലും ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആഴമേറിയതായിരിക്കും. യഥാർത്ഥമായിരിക്കും. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ മധുരം വർദ്ധിക്കും. പക്ഷേ ചില ചെറിയ തർക്കങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇത് താൽക്കാലികമാണ്. സംസാരത്തിലൂടെ എല്ലാം പരിഹരിക്കാം. പരസ്പരം മനസ്സിലാക്കാനുള്ള സമയമാണിത്. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മാതാപിതാക്കളുമായി നല്ല ബന്ധം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. മക്കളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ വരും. കുടുംബത്തിൽ ഒരു ആഘോഷം നടക്കാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ, അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. നിക്ഷേപങ്ങൾ നല്ല ലാഭം നൽകും. എന്നാൽ ചില ചെലവുകളും വരും. വീടിന്റെ അറ്റകുറ്റപ്പണികൾ, വാഹനത്തിനുള്ള ചെലവ്, ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചെലവ്. എന്നാൽ ഈ ചെലവുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കില്ല. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുംഭരാശിക്കാർ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. തലവേദന, ശരീരവേദന, ക്ഷീണം, ഉറക്കക്കുറവ്. ഇതെല്ലാം സാധാരണമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യത്തെ അവഗണിക്കരുത്. പതിവ് പരിശോധനകൾ നടത്തൂ. നല്ല ഭക്ഷണം കഴിക്കൂ. വ്യായാമം ചെയ്യൂ. മാനസിക സമാധാനത്തിന് പ്രാധാന്യം നൽകൂ. പ്രത്യേകിച്ച് ശ്വാസകോശത്തെയും ഹൃദയത്തെയും സംബന്ധിച്ച് ശ്രദ്ധിക്കണം. യോഗയും പ്രാണായാമവും പതിവാക്കൂ. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ നല്ലതാണ്. പരീക്ഷകളിൽ നല്ല ഫലങ്ങൾ കിട്ടും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അഡ്മിഷൻ കിട്ടും. സ്കോളർഷിപ്പ് ലഭിക്കും. എന്നാൽ കഠിനാധ്വാനം വേണം. ശ്രദ്ധ വേണം. സ്ഥിരോത്സാഹം വേണം. നിങ്ങൾ കഠിനമായി പഠിച്ചാൽ വിജയം ഉറപ്പാണ്. ഗ്രഹങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആത്മീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാലഘട്ടം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ അനുകൂലമാണ്. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. പ്രാർത്ഥനയിൽ താൽപര്യം കൂടും. ആത്മീയ അനുഭവങ്ങൾ ലഭിക്കും. ക്ഷേത്രദർശനം നടത്തൂ. പ്രാർത്ഥനകൾ ചെയ്യൂ. ധ്യാനം പരിശീലിക്കൂ. മന്ത്രജപം നടത്തൂ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കും. ഇപ്പോൾ നമുക്ക് പറയാം, അടുത്ത 15 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന 3 പ്രധാന സംഭവങ്ങളെക്കുറിച്ച്. ഈ 3ഉം വളരെ പ്രധാനമാണ്. വളരെ നാടകീയമാണ്. വളരെ വൈകാരികമാണ്. ഒന്നാമത്തെ സംഭവം, അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിത സന്ദേശം കിട്ടും. ഇത് നല്ല വാർത്തയായിരിക്കും. ഒരുപക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി. അല്ലെങ്കിൽ പ്രണയവുമായി. ഈ സന്ദേശം നിങ്ങളെ ആഹ്ലാദിപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും. ഇത് നിങ്ങൾ വളരെ കാലമായി കാത്തിരിക്കുന്ന ഒന്നാകാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമാകാം. രണ്ടാമത്തെ സംഭവം, അടുത്ത 20 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രധാന കൂടിക്കാഴ്ച ഉണ്ടാകും. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും.
ഒരുപക്ഷേ ഒരു ബിസിനസ് പങ്കാളിയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധ്യതയുള്ള തൊഴിൽദാതാവുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുമായിട്ടായിരിക്കാം. ഈ കൂടിക്കാഴ്ചയിൽ നിങ്ങൾ നല്ല ആദ്യ മതിപ്പ് സൃഷ്ടിക്കണം. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം. ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. ഇത് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. മൂന്നാമത്തെ സംഭവം. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം വരും. ഒരു വലിയ തുക കൈവരും. ഇത് ശമ്പള വർധനയായിരിക്കാം, ബോണസ് ആയിരിക്കാം, ലോട്ടറി ആയിരിക്കാം, നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭമായിരിക്കാം. ഈ പണം നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കും. കടങ്ങൾ അടയ്ക്കാം, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, കുടുംബത്തിന് സഹായിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം. ഈ 3 സംഭവങ്ങളും നടക്കണമെങ്കിൽ നിങ്ങൾ തയ്യാറായിരിക്കണം. മാനസികമായി, വൈകാരികമായി, ആത്മീയമായി നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. ഇപ്പോൾ നമുക്ക് പറയാം 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അപൂർവ ഘട്ടത്തെക്കുറിച്ച്. അതെ, ഇത് സത്യമാണ്. ഇത്രയും പ്രത്യേകമായ ഗ്രഹസ്ഥാനം 150 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വരാറുള്ളൂ. ഗുരു ഭഗവാനും ശനി ഭഗവാനും ഇപ്പോൾ വളരെ അനുകൂലമായ സ്ഥാനത്താണ്. ഇത് നിങ്ങൾക്ക് ഭാഗ്യവും വിജയവും ഒരുമിച്ച് നൽകുന്നു. ഇതിനെ പ്രയോജനപ്പെടുത്താത്തവർ വലിയ തെറ്റ് ചെയ്യുകയാണ്. ഈ അപൂർവ ഘട്ടം അടുത്ത 60 ദിവസങ്ങൾ മാത്രം നിലനിൽക്കും. അതിനുശേഷം ഗ്രഹങ്ങൾ സ്ഥാനം മാറും, അവസരം പോകും. അതുകൊണ്ട് ഇപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കണം. പരിഹാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുംഭരാശിക്കാർ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യണം. ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കും, നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. ആദ്യമായി, എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേൽക്കൂ. സൂര്യനെ നമസ്കരിക്കൂ. സൂര്യമന്ത്രം ജപിക്കൂ. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും ശക്തിയും നൽകും. രണ്ടാമതായി, എല്ലാ ശനിയാഴ്ചയും ശനിദേവനെ പ്രാർത്ഥിക്കൂ. ആലിലത്ത് എന്ന വിളക്ക് തെളിയിക്കൂ. കറുത്ത വസ്ത്രം ദാനം ചെയ്യൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കും. മൂന്നാമതായി, എല്ലാ വ്യാഴാഴ്ചയും ഗുരുഭഗവാനെ പൂജിക്കൂ. മഞ്ഞ വസ്ത്രം ധരിക്കൂ. ഗുരുമന്ത്രം ജപിക്കൂ. ദരിദ്രർക്ക് ഭക്ഷണം നൽകൂ. ഇത് നിങ്ങളുടെ ധ്യാനത്തെയും ഭാഗ്യത്തെയും വർദ്ധിപ്പിക്കും. നാലാമതായി, എല്ലാ ദിവസവും ധ്യാനം ചെയ്യൂ. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ. നെഗറ്റീവ് ചിന്തകളെ മാറ്റിവെക്കൂ. പോസിറ്റീവ് ഊർജ്ജം സ്വീകരിക്കൂ. അഞ്ചാമതായി, വായന പതിവാക്കൂ. ആത്മീയ പുസ്തകങ്ങൾ, പ്രചോദനാത്മക കഥകൾ, വിജയികളുടെ ജീവിതചരിത്രങ്ങൾ. ഇത് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തെ നയിക്കും. ആറാമതായി, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കൂ. മാതാപിതാക്കളെ ആദരിക്കൂ. അവരുടെ അനുഗ്രഹം വാങ്ങൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും. ഏഴാമതായി, ദാനധർമ്മങ്ങൾ ചെയ്യൂ. ദരിദ്രർക്ക് സഹായിക്കൂ. അനാഥർക്ക് അഭയം നൽകൂ. മൃഗങ്ങളെ പരിപാലിക്കൂ. ഇത് നിങ്ങളുടെ കർമ്മത്തെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. എട്ടാമതായി, പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കൂ. വൃക്ഷങ്ങൾ നടൂ. പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളിയാകൂ. ഇത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും. കുംഭരാശിക്കാരെ, ഇനി ഞാൻ നിങ്ങളോട് അവസാനമായി ചില വാക്കുകൾ പറയട്ടെ. ഹൃദയത്തിൽ നിന്നും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ അവസരങ്ങൾ വരുന്നു. വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വലിയ വിജയങ്ങൾ കാത്തിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഭയത്തെ ഉപേക്ഷിക്കുക എന്ന തീരുമാനം. സംശയത്തെ മാറ്റിവെക്കുക എന്ന തീരുമാനം. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക എന്ന തീരുമാനം. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. വിശ്വസിക്കൂ. സ്വയം വിശ്വസിക്കൂ. ദൈവത്തിൽ വിശ്വസിക്കൂ. ഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾ മുന്നോട്ടു പോകൂ. ഭയപ്പെടരുത്. ഓർക്കൂ, വിജയം എപ്പോഴും ധൈര്യമുള്ളവരുടേതാണ്. അവസരങ്ങൾ എപ്പോഴും തയ്യാറായവർക്കാണ് കിട്ടുന്നത്. ഭാഗ്യം എപ്പോഴും വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അവ ശരിയായി ഉപയോഗിക്കൂ. അവസരങ്ങളെ പ്രയോജനപ്പെടുത്തൂ. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കൂ. എന്റെ ആശംസകൾ നിങ്ങളോടൊപ്പമുണ്ട്. എന്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്കു വേണ്ടിയുണ്ട്. എന്റെ ആശീർവാദങ്ങൾ എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ വിജയിക്കട്ടെ. നിങ്ങൾ സമ്പന്നരാകട്ടെ. നിങ്ങൾ സന്തോഷമുള്ളവരാകട്ടെ. നിങ്ങളുടെ ജീവിതം സുഖസമൃദ്ധമായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബം സന്തോഷത്തോടെയിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കുംഭരാശിക്കാർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഭാവികാലത്തെക്കുറിച്ച്, അടുത്ത മാസങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച്, എങ്ങനെ അവയെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച്. അതുവരെ സന്തോഷത്തോടെയിരിക്കൂ. പോസിറ്റീവായിരിക്കൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരൂ. എല്ലാം നല്ല രീതിയിൽ നടക്കും. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്.